ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് ഫീൽഡിലുള്ള കുറേ തെറ്റിദ്ധാരണകളാണ്. നമ്മുടെ സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ. ആദ്യമായിട്ട് ഒരു ഡിപ്രഷൻ, ഒരു ആൻസൈറ്റി ഇവയെല്ലാം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വേറുള്ളവരിൽ നിന്ന് അത് മറച്ചു വെക്കും. ഒരു വ്യക്തിക്ക് ഒരു ജീവിതത്തിൽ ഒരു മാനസിക രോഗം അതെന്തായിക്കൊള്ളട്ടെ, ഞാൻ ഒരിക്കലും മാനസികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളെ രോഗമെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഡിപ്രഷൻ ആവട്ടെ, ആൻസൈറ്റി ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ആ വ്യക്തിയെ പിന്നെ ജീവിതകാലം മുഴുവൻ ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രാന്തനാണ്. ആ വ്യക്തിക്ക് പിന്നെ മുന്നോട്ടൊരു ജീവിതമില്ല. അവനെ സമൂഹം മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു ഹെൽപ്പ് നേടാൻ ഇന്നും സമൂഹം മടിക്കുന്നുണ്ട്. ഇതിൽ ഒരു കാര്യമുണ്ട്. മാനസിക രോഗമെന്ന് പറയുന്നത് സൈക്കാട്രിയിലും കോമൺ ആയിട്ടും തലച്ചോറിലുണ്ടാകുന്ന കെമിക്കൽ ഇംബാലൻസ് അല്ലെങ്കിൽ തലച്ചോറിലെ കെമിക്കൽസിലുണ്ടാകുന്ന ബാലൻസിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നത്. ഈ ഒരു ധാരണ മാറേണ്ട കാലം കഴിഞ്ഞു. ഇതെന്ന് പറയുന്നത് എന്താണ്? സിംറ്റംസ് ആണ്. ആൻസൈറ്റി ആവട്ടെ, ഡിപ്രഷൻ ആവട്ടെ, ബൈപ്പോളർ ഡിസോർഡർ ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ മാനസിക രോഗമായ സ്കിസോഫ്രീനിയ ആവട്ടെ, ഇതൊരു സിംറ്റം മാത്രമാണ്. ഈ കെമിക്കൽ ബാലൻസ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഈ സിംറ്റം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മളുടെ ജീവിതത്തിലെ ലൈഫ് എക്സ്പീരിയൻസ്, ഈ എക്സ്പീരിയൻസ് നമ്മളിലേക്ക് വരുത്തുന്ന സിംറ്റമാണ്. ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രെയിൻ സെൽസ് അമിതമായിട്ട് ചൂടാവും. നമുക്കറിയാം, കഠിനമായ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ തല അമിതമായി ചൂടാവുന്നത്, തലവേദന വരുന്നത്. അപ്പോൾ അമിതമായി സെൽസ് ചൂടാവുമ്പോൾ തലച്ചോറിലെ ന്യൂറോൺസ് നശിച്ചു പോവും, കെമിക്കൽ ഇംബാലൻസ് ഉണ്ടാവും. അതാണ് പിന്നെ മാനസിക രോഗങ്ങൾ എന്ന പേരിൽ ലക്ഷണങ്ങളായിട്ടും ആൻസൈറ്റിയും ഡിപ്രഷനായിട്ട് പറയുന്നത്. നാലിൽ 2 പേർക്ക് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ മെൻ്റലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിൽ 1% മാത്രമേ കറക്റ്റായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുള്ളൂ. ഇന്ന് സമൂഹത്തിൽ ആത്മഹത്യ കൂടുതലാണ്, ആൻസൈറ്റി കൂടുതലാണ്, ഡിപ്രഷൻ കൂടുതലാണ്. കാര്യം മാറിയ ജീവിത സാഹചര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, തെറ്റിദ്ധാരണകൾ. പക്ഷേ കറക്റ്റായിട്ടുള്ള ഒരു ഹെൽപ്പ്, സഹായം ഈവൻ വലിയ ക്വാളിഫിക്കേഷനുള്ള എക്സ്പേർട്സിൽ നിന്ന് തന്നെ കിട്ടുന്നില്ല. ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്, അവെയർനെസ്സാണ്. എൻ്റെ തെറാപ്പിയിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരുടെ അസുഖം, ദാറ്റ് മീൻസ് പല രീതിയിലെ അസുഖങ്ങളും ഒരുപാട് ഫയൽസും കൊണ്ടാണ് വരുന്നത്. അസുഖം എന്താണ് എന്ന് ഞാൻ പേരിട്ട അസുഖത്തെ വിളിക്കുകയല്ല ചെയ്യുന്നത്. അവരാ അവസ്ഥയിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള റീസൺ കണ്ടെത്തുക എന്നതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ തെറാപ്പി എഫക്റ്റീവായിട്ട് മാറാറുണ്ട്. ഇന്ന് വലിയൊരു മാറ്റം ഈ മേഖലയിൽ വരേണ്ടതാണ്. മൈൻഡ്, ബോഡി ആൻഡ് സോള്. മനസ്സ് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ എന്ത് നേടിയിട്ട് എന്താ കാര്യം? ലോകത്തിൽ പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് തീരുന്നു, ആൽക്കഹോൾ അഡിക്ട്സ് ആയിട്ട് തീരുന്നു, പിന്നെ പലപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നു. അപ്പോഴൊക്കെയാണ് നമ്മളൊന്ന് തിരിക്കുന്നത്. ദേ ആർ നോട്ട് ഹാപ്പി. ആർ യു ഹാപ്പി? ആർ യു ഓക്കെ? സീക്ക് ദ ഹെൽപ്പ് വിത്ത് ഫ്രം ദ എക്സ്പേർട്സ്.